തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻ കാർഡ് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എത്തിസലാത്ത് അക്കാദമി. ഞങ്ങളെ പെണ്ണുങ്ങളെല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി, ഒരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങി. നല്ല രുചി ഫുഡ്സ്. ഇവര് തുടങ്ങിയപ്പോ എന്റെ അടുത്തൊന്നും പറയല്ലേ, ചേച്ചി ഞങ്ങളങ്ങ് മറിച്ചു തരാന്ന്. ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടാണ് ഞാൻ എല്ലാത്തിനും. അതിനുശേഷം ഞാൻ ഒരുത്തികളെ ഇവിടെ കണ്ടിട്ടില്ലേ. ഇവിടെ ഇത്രേ പണി കിടപ്പുണ്ട്. ഒരുത്തികൾ പോലും വന്നാ നിങ്ങളൊന്ന് നോക്കണേ. ആ സുമതി ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ആടി സുമതി, നീ എന്ത് ഇങ്ങോട്ട് വരണില്ലേ? എന്റെ ഭർത്താവ് ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്തിനാണ് അവൻ ചെറിയ പ്രശ്നത്തിനൊക്കെ ആഹാരത്തിൽ വിഷം കലർത്തി കഴിക്കണത്? അയ്യോ അങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്തേയില്ല. പിന്നെ ഇന്നലെ അവിടെ വന്ന പലഹാരങ്ങൾ ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു. അത് കഴിച്ച് ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാല് എന്തേലും പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നേ. അത്ര നേരമൊക്കെ ഇരിക്കോ? ശരിയടി, പിന്നെ അവന്റെ ഫ്ലെക്സ് അടിക്കണമെങ്കിൽ നീ എന്നെ വിളിച്ച് പറഞ്ഞാ മതിയേ. അല്ല, ആ ബില്ല് അടയ്ക്കണമെങ്കിൽ കാശ് വേണമല്ലോ, അതിന് എന്നെ വിളിച്ച് പറഞ്ഞാ മതി എന്ന് പറഞ്ഞതാ. വെച്ചോ വെച്ചോ. ഇന്നും ഒരുത്തികള് വരും എനിക്ക് തോന്നണില്ല. നീ ആരടി? ബാഹുബലിയിലെ ശിവകാമിയ. എന്തരടി കയ്യിലിരിക്കണത്? ഉണ്ണിയപ്പം കുത്തി. ഉണ്ണിയപ്പം അല്ല, മരത്തിന്റെ മുകളിലോടി ഇരിക്കണ. ഇത് വെച്ച് കുത്തിയിടാൻ അല്ല, ചെറുത് തിളക്കാലേ, തിളച്ചൊന്ന് കൈ വീഴും. അപ്പൊ എന്റെ ഗ്ലാമർ പോവൂലേ. താണ്ടടാ ഉണ്ണിയപ്പം കുത്താൻ തോട്ടയും എടുത്തോണ്ട് വന്നേക്കണ്. ഈ ഒരു കാര്യം ചെയ്യും, ഇതുകൊണ്ട് നേരെ ഒളിമ്പിക്സിലോട്ട് ഇട്ടോ. നമുക്ക് ഹൈ ജമ്പ് ചാടാം. അതാകുമ്പോ ഇന്ത്യക്ക് ഒരു സ്വർണവും കൂടി കിട്ടുമല്ലോ. സൂക്ഷിച്ച് വെക്കവിടെ. ചേച്ചി കൂടുതലൊന്നും പറയണ്ട. എത്ര ദിവസം കൊണ്ട് ഞാൻ പറയണ എന്നെ ഇവിടുത്തെ അംബാസിഡർ ആക്കണോന്ന്. എന്റെ ഫോട്ടോ വെച്ചാ ഈ പലഹാരങ്ങളൊക്കെ പുട്ടുപോലെ പോവും. നീയൊക്കെയാണ് ഇത് ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ പോലും മേടിക്കാൻ ആരുമില്ല. അന്നേരം നിന്റെ ഫ്ലക്സും കൂടെ അങ്ങ് വച്ചാൽ മതി. അല്ലടി, നീ എന്ത് വരെ എത്രയും താമസിച്ച്? അതെന്റെ ചേച്ചിയുടെ മോളുടെ വയറ് കാണൽ ചടങ്ങായിരുന്നു. അതുകൊണ്ട് ആ ജംഗ്ഷനിൽ ഒരു കട വരെ പോയിരുന്നു. നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയേ? 7 കൂട്ടം പലഹാരങ്ങൾ മേടിക്കണ്ടേ? അപ്പൊ ഇവിടെ എന്തിനാടി പടക്ക കച്ചവടമാണോ നടക്കുന്നത്? ഇത്തിരി ടേസ്റ്റ് കൂടുതൽ തന്നെ. പിന്നെ ചേച്ചി, നമ്മളെ കടയിൽ ഞാൻ പുതിയൊരു റെസിപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് റെസിപ്പി അടി? ഉള്ളിവട, നെയ്യപ്പം, ഇത് രണ്ടും കൂടി ചേർത്തൊരു കിടില റെസിപ്പിയാണ്. എന്തോന്ന് എന്റെ പേര്? ഉള്ളിയപ്പം. അതാദ്യം ചേച്ചി തന്നെ തിന്നു നോക്കണം. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ കേക്കണം. ഇവളുമാരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഈ പുതിയ പുതിയ ഐറ്റങ്ങളുണ്ടല്ലേ, ഇതൊക്കെ തിന്നാണ് 55 കിലോ ഉള്ള ഞാൻ ഇപ്പൊ 85 കിലോ ആയത്. മറ്റന്നാ എന്റെ വീട്ടിലെ കട്ടളവപ്പാണ്. ഇവളുമാരുണ്ടാക്കുന്ന ടെസ്റ്റ് ചെയ്തേ ഞാൻ എന്റെ വീട്ടിലെ 3ാമത്തെ കട്ടളയാണ് മാറ്റുന്നത്. അറിയാമോ? അപ്പൊ വീട് വെച്ചില്ലേ? എങ്ങനെ വെക്കും? ആദ്യം കട്ടള മാറ്റി തീരണ്ടേ, എന്നാലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലടി, നിന്റെ ഭർത്താവ് ചെതല് മണി എവിടെ? അങ്ങേരിപ്പം വരും. രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് പോയി പണിയെ പോ. എന്റെ ഭഗവാനെ, ഇവിടെ നല്ലതൊന്നും പറയാവോ? ഒന്നുമില്ലല്ലോ. ചേച്ചി അതാ വരുണ്. നീ എന്തരാടാ വരെ എത്ര ലേറ്റ് ആയേ? അത് ചേച്ചി, ഞാൻ ലോഡ് എടുക്കാൻ വേണ്ടി പോയതാ. ഓഹോ, അപ്പൊ നീ നമ്മുടെ വണ്ടി വെച്ചോണ്ട് വേറെ ആൾക്കാർക്ക് ലോഡ് എടുക്കാൻ പോവല്ലേടാ? കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് കൊണ്ട് സാധനം അതൊന്നും അവിടെ വിറ്റുപോയില്ല. അതുകൊണ്ട് അവര് തിരിച്ചുകൊണ്ട് തന്നതാ. എടി, നീ 4 മൈസൂർ പാക്കിങ് എടുത്തേ. രാവിലെ ഒട്ടൊന്നും കഴിച്ചില്ല, വല്ലാത്ത വിശപ്പ്. കണ്ടാടി, നീയല്ലേ പറഞ്ഞ ഇവിടത്തെ ഫുഡിനൊന്നും ഒരു രുചിയും ഇല്ലെന്ന്. നിന്റെ കെട്ടി എവിടെ വന്നു കഴിഞ്ഞാ ആദ്യം തിന്നാൻ ചോദിക്കുന്ന നമ്മുടെ ഈ കൈകൾ കൊണ്ടുണ്ടാക്കിയ മൈസൂർ പാക്കാണ്. ആര് തിന്നാൻ ചോദിച്ചു? അല്ലേ എന്റെ പൊന്നോ, വണ്ടി ആ കേറ്റത്ത് കിടക്കുന്ന ചോദിച്ചതാ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മറ്റേ ചായക്കടയിൽ പോയിട്ട് വരെ ചായ വല്ലതും മേടിച്ചു. എന്റെ ചേച്ചി, ഇവിടുത്തെ മനുഷ്യന്മാര് തിന്നുവോ? എന്റെ ചേട്ടാ, പച്ചുടുപ്പെട്ട ചേട്ടാ പേരറിയത്തില്ല. ഇവിടുത്തെ കാര്യം നല്ല ഏതാണ്ട് മെറ്റിലൊക്കെ പെറുക്കി തിന്നുന്നേ എനിക്ക് തോന്നുന്നത്. നീ എന്താണ് വരെ ഇത്രയും താമസിച്ചേ? അത് ചേച്ചി, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല ചേച്ചി. എത്രടാ നീ ഉറങ്ങാത്തെ? അതെ, ഞാൻ ഇന്നലെ ലോഡൊക്കെ എടുത്ത് ഭയങ്കര ഉറക്കമായിരുന്നു. നമ്മൾ ക്ഷീണിച്ചു വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. നേരത്തെ അവളുണ്ടല്ലോ, ഒരു 12 മണിയായപ്പം എവളെ ഉറക്കത്തി എന്റെ അടുത്ത് വന്ന് കിടന്നിട്ട് എന്റെ വാ വലിച്ചു കീറി. എവളെ ചൂണ്ടുവരലുകൊണ്ട് എന്നെ അണ്ണാക്കിയിട്ട് 2 കറക്ക്. അത് പിന്നെ ചേച്ചി, ഞാൻ വിചാരിച്ചേ മിൽക്ക് മേഡിന്റെ പാട്ടയായിരിക്കുമെന്ന്. ആദ്യം അവള് വെട്ടിയേക്കാന്ന് വിചാരിക്കാന്. അല്ലേ അവള് എന്നെ കൂടെ വെട്ടിയടിച്ച് കയറ്റിയാനെ. പിന്നെ ചേച്ചി, ഇവിടെ നിന്ന് എടുക്കണ പൈസ എനിക്ക് വീട്ടിൽ ഒരു ചെലവിനും തരുന്നില്ല. അത് മോശമാണ് മണിയാ. നീ കുറച്ച്
പൈസയെങ്കിലും അവൾക്ക് വീട്ടിലെ ചെലവിന് കൊടുക്കണം. എന്റെ ചേച്ചി അവളെ അച്ഛൻ കാരണമാണ് ഞാൻ കൊടുക്കാത്തത്. ഒറ്റ വെടിക്ക് 2 പക്ഷികളെ എന്റെ തലയിൽ കൊണ്ടിട്ട് അറിയാവൂ. എന്നെ കെട്ടിയോണ്ടല്ലേ എന്റെ അച്ഛൻ പൊന്നുപോലെ കൊണ്ടുനടന്ന പെട്ടിയാട്ടോ നിങ്ങൾക്ക് തന്നത്. പിന്നെ ചേച്ചിക്ക് അറിയാമോ, അവൻ നമ്മളെ വീട്ടിലെ ഇളയ മോനാണ്. നമ്മളവനൊരു പേര് ഇട്ടിട്ടുണ്ട്. എന്താന്ന്? അലണ്ണ വണ്ടിക്ക് പേരിടണ്ട്, കാലണ്ണ വണ്ടിക്ക് പേരുണ്ട്. ആ വണ്ടി എത്ര പേര് ഇടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവൂ. ഈ വണ്ടി റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയും, തോണ്ടാ കാലം പോന്ന് ജീവൻ വേണം രക്ഷപ്പെട്ടോന്ന്. ഇടത്തോട്ട് പിടിച്ചാ വലത്തോട്ടും, വലത്തോട്ട് പിടിച്ചാ ഇടത്തോട്ടും. ഇങ്ങനെ ഒരു വണ്ടി ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ എന്റെ ചേച്ചി? പിന്നെ എന്റെ അച്ഛൻ ഉണ്ടല്ല, അവനെ കുഞ്ഞു വാവയെ പോലെയാണ് നോക്കണത്. ഭയങ്കര സ്നേഹമാണ്. എവള് പറഞ്ഞ അലങ്കുഞ്ഞില്ലേ, അതിനെ വിളി പാമ്പേസ് ഇട്ടിച്ച് ഇരുത്തിയിട്ടുണ്ട്. പാമ്പേസ് ഇട്ടാ എന്റെ ചേച്ചി ഓയിൽ ലീക്കുണ്ട്. അതിനെവിടൊക്കെ കൂടെ ഓയിൽ പോകുന്നെന്ന് പോലും പറയാൻ പറ്റത്തില്ല. പിന്നെ ചേച്ചി ഇങ്ങനെ ചെലവിന് പൈസ പോലും തരത്തില്ല. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ചെലവിന് കൊടുക്കണത്. ലോൺ അടയ്ക്കണം, ചിട്ടിക്ക് കൊടുക്കണം, 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. പിന്നെ ചേച്ചി പിള്ളേര് പട്ടിണി അടക്കട്ടെന്ന് വിചാരിച്ച് ചേച്ചി അറിയാതെ ഇവിടെ അച്ചപ്പം എടുത്തോണ്ട് പോവാറുണ്ട്. ഇന്നലെ പിള്ളേര് കരഞ്ഞോണ്ട് വന്ന് ചോദിക്കുക, എങ്ങനെയാ അമ്മേ 3 നേരം അച്ചപ്പം കഴിക്കുന്നേന്ന്. അത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ വയ്യ. 3 നേരം എനിക്ക് അച്ചപ്പം കഴിക്കാനോടി, പിന്നെന്താടി പിള്ളേർക്ക് അച്ചപ്പം കഴിക്കാം. ഇതേ മോഷ്ടിച്ചിട്ട് അതിനെ ന്യായീകരിച്ച് സെന്റ് അടിക്കല്ലേ കേട്ടല്ലേ. ഇനി മേലെ ഇതുപോലെ വല്ലതും ആവർത്തിച്ചു കഴിഞ്ഞാ നിന്റെ ഈ മാസത്തെ പകുതി ശമ്പളം കട്ടി. ആഹാ ചേച്ചി, നിങ്ങൾ പുതിയ ഡിഷ് ഉണ്ടാക്കി നമ്മളോട് പറഞ്ഞില്ലല്ലോ. എവിടെയാണോ ഞാൻ പുതിയ ഡിഷ് ഉണ്ടാക്കിയേ? അതിന്റെ അകത്ത് കിടക്കുന്ന കാടൻ ഫ്രൈ. അത് കാടൻ ഫ്രൈ അല്ല, നിന്റെ പെണ്ണുമ്പുള്ള ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷേപ്പില്ലാത്ത നെയ്യപ്പമാണ്. പിന്നെ ചേച്ചി, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെളി രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്താലാ? ഈ പഞ്ചായത്തിലുള്ളവരെ ഇവിടത്തെ സാധനം ഒന്നും കഴിക്കണില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ കണക്കെടുത്ത് നോക്കിയായിരുന്നു. ആകെപ്പാടെ ഇവിടെ നിന്ന് 3 പാക്കറ്റ് ഉണ്ണിയപ്പേ പോയിട്ടുള്ളൂ. അതും എന്റെ വീട്ടിൽ വെച്ച് നടന്ന കുടുംബശ്രീ മീറ്റിങ്ങിന് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോഴാണ് നിന്റെ എക്സ്പോർട്ട് പോടി. ഇവനെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ, എന്താ പറ? ശരിക്കും സത്യം ആണോ? ശരിയെന്നാ ചേച്ചി, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താടാ, വല്ല ഓർഡറും കിട്ടിയാ? ഓർഡർ ഒന്നും അല്ല, പിന്നെ ഒരു പഞ്ചായത്ത് മൊത്തം മാലയും ബൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്തിനടോ? നമ്മള് കാരണം ഒരുത്തന്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന് ചേച്ചി. ആര് ജീവൻ? അതായത് നമ്മുടെ ആലുമുട്ടിലെ ബീജു ഇല്ലേ, ആ ബീജു. അവനെ പാമ്പ് കുത്തിയെന്ന്. അയ്യോ. അപ്പൊ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ ചോദിച്ചു, പാമ്പ് കുത്തിയതിന് മുമ്പ് താങ്കൾ എന്താണ് കഴിച്ചത്? ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ പലഹാരം വന്നു. ഡോക്ടർ എടുത്ത വായ പറഞ്ഞു, അപ്പൊ പാമ്പ് കൊത്തുന്നതിനെക്കാട്ടിയും വലിയ വിഷം നേരത്തെ അകത്തോട്ട് പോയിട്ട് പാമ്പിന്റെ വിഷം അവിടെ ഒന്നും വല്ലാണ്ടായിരുന്നു.